കെ അധ്യക്ഷൻ വിജയ് വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ. അദ്ദേഹം രണ്ടിടങ്ങളിലാണ് മത്സരിക്കുന്നത്. ചെന്നൈ പെരമ്പൂരിലും അതേപോലെ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലുമാണ് അദ്ദേഹം ജനവിധി തേടുന്നത്. ടി.വി.കെയുടെ ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ്. പാർട്ടി രൂപീകരിച്ച ശേഷമുള്ള ടി.വി.കെയുടെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ്. ഈ ടി.വി.കെയുടെ സാന്നിധ്യമാണ്, അല്ലെങ്കിൽ ടി.വി.കെയുടെ സാന്നിധ്യമാണ് തമിഴ്നാട്ടിലെ ഇത്രയും ഒരു ത്രികോണ പോരിലേക്ക് എത്തിക്കുന്നത്. ആരുടെ വോട്ടാകും ടി.വി.കെ വാങ്ങുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. AIADMK, അതേപോലെ DMK ഇവർക്കൊപ്പം തന്നെ ടി.വി.കെയും അവരുടെ കരുത്ത് തെളിയിക്കുന്ന മത്സരമാണ് ഇപ്പോഴത്തേത്. വിജയ് അങ്ങനെ വോട്ട് ചെയ്യുന്നു. രണ്ടിടങ്ങളിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. പെരമ്പൂരിലും അതേപോലെ തന്നെ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലുമാണ് മത്സരിക്കുന്നത്. സംസ്ഥാനത്തെ 232 മണ്ഡലങ്ങളിലും ടി.വി.കെയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. എല്ലായിടത്തും വലിയ പിന്തുണയാണ് വിജയുടെ ടി.വി.കെക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അവിടെ വോട്ട് ചെയ്തതിനു ശേഷം ഏജന്റുമാരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഒരുപക്ഷെ മാധ്യമങ്ങളോടും സംസാരിക്കാൻ സാധ്യതയുണ്ട്. രണ്ട് ദ്രാവിഡ മുന്നണികൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന തമിഴകത്തേക്ക് ഒരു രാഷ്ട്രീയ മാറ്റം അവിടെ വേണം, എനിക്കൊരു ചാൻസ് തരൂ എന്ന് ചോദിച്ചുകൊണ്ടാണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനം, രാഷ്ട്രീയ രംഗത്തേക്കുള്ള അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം. ആ അരങ്ങേറ്റത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ്, നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിൽ വിജയുടെ റാലികൾ നടക്കുന്നിടത്തൊക്കെയും വലിയ പിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ മിനിങ്ങാന്ന്, അതായത് കൊട്ടിക്കലാശ ദിവസം വിജയ് നടത്തിയ പ്രസംഗമൊക്കെ അതിഗംഭീര പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തിയതും. സിനിമാ സ്റ്റൈലിൽ നടത്തിയ ഒരു പ്രസംഗം. ആ പ്രസംഗത്തിൽ കാതലായ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. സർക്കാരിനെതിരായ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. MK സ്റ്റാലിനെ നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങിയ ആളാണ് ടി.വി.കെ അധ്യക്ഷൻ കൂടിയായ വിജയ്. ഈ തിരഞ്ഞെടുപ്പ് കാലത്തുടനീളം പലവിധമായ പ്രതിസന്ധികളും ടി.വി.കെക്ക് നേരിട്ടു. പ്രത്യേകിച്ച് അവരുടെ റാലികൾ നടത്തുന്നതിലടക്കമുള്ള വലിയ നിയന്ത്രണങ്ങളും ഈ റോഡ് ഷോയിൽ അടക്കമൊക്കെ നേരിടേണ്ടി വന്ന പല പ്രശ്നങ്ങളും ഒക്കെയും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പോലും നമ്മൾ കണ്ടതാണ്. കരൂർ ദുരന്തത്തിന്റെ ഒരു പശ്ചാത്തലമൊക്കെ ഇതിന് ഉണ്ട്. എങ്കിലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും ടി.വി.കെക്ക് വലിയ പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വന്നു. പക്ഷെ അതിനെയൊക്കെയും അതിജീവിച്ചുകൊണ്ടാണ് ആ പാർട്ടി മുന്നോട്ട് കയറി വന്നത്. ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രസംഗം അത് എല്ലാവരെയും ഇളക്കി മറിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ടി.വി.കെക്ക് എവിടെ ചെന്നാലും വലിയ പിന്തുണ കിട്ടുന്നുണ്ട്, റാലികളിലൊക്കെ വലിയ പങ്കാളിത്തം കിട്ടുന്നുണ്ട്. ഇതൊക്കെ വോട്ടായി മാറുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെ മാറുകയാണെങ്കിൽ ഒരു ചരിത്രം കൂടി അവിടെ പിറക്കാൻ പോകുന്നു. ടി.വി.കെയെ സംബന്ധിച്ചിടത്തോളം 232 മണ്ഡലങ്ങളിലും വിജയുടെ ടി.വി.കെ തമിഴക വെട്രിക്കഴകം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും മികച്ച വിജയം തേടി മുന്നോട്ട് വരും. വെട്രി നിശ്ചയം എന്നാണ് വിജയ് തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റൈലിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അതും ആവർത്തിച്ചു പറയുകയാണ്. ഇത്തവണ തമിഴ്നാട്ടിലൊരു മാറ്റം വരുമെന്നും വിജയം ഉറപ്പാണെന്നും വിജയ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രണ്ടിടങ്ങളിൽ അദ്ദേഹം ജനവിധി തേടുന്നുണ്ട്. ഈ രണ്ടിടങ്ങളിലും വിജയം ഉറപ്പാണെന്ന് പറയുന്നുണ്ട് വിജയ്. പക്ഷേ അദ്ദേഹം ചോർത്തുന്നത് ആരെ വോട്ടായിരിക്കും, ആരുടെ വോട്ട് ബാങ്ക് ആവും പിളരുക എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ MK സ്റ്റാലിൻ എന്ന തമിഴകത്തെ മുഖ്യമന്ത്രി, അദ്ദേഹം AIADMKയോ അതല്ലെങ്കിൽ ടി.വി.കെയോ ഒന്നും മുഖ്യ എതിരാളിയായി കാണുന്നില്ല. ഒരിടത്തും അതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ പോലും നടത്തുന്നില്ല. അദ്ദേഹം പറയുന്നത് കേന്ദ്രവും തമിഴ്നാടും തമ്മിലുള്ള മത്സരം എന്നാണ്. BJP കേന്ദ്രത്തെയാണ് അദ്ദേഹം പ്രധാന എതിരാളിയായി തമിഴകത്ത് കാണുന്നതും. അതുകൊണ്ട് തന്നെ ഈ ടി.വി.കെ ഡയറക്റ്റ് ഏറ്റുമുട്ടുന്നത് DMKയുമായിട്ടാണ്. DMK ആണ് മുഖ്യ എതിരാളി എന്ന് ടി.വി.കെ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാലിൻ അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ടാണ് പലയിടങ്ങളിലും ചോദ്യശരങ്ങൾ വിജയ് ഉന്നയിച്ചതുപോലും. അങ്ങനെ വിജയുടെ റാലികളൊക്കെ കഴിഞ്ഞു. എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തി. തിരഞ്ഞെടുപ്പ് കളത്തിലൊക്കെയും ഏറ്റവും സജീവമായി നിന്നതാളും ടി.വി.കെയുടെ അധ്യക്ഷനായ സ്റ്റാലിൻ തന്നെയായിരുന്നു. ഒട്ടുമിക്ക എല്ലായിടങ്ങളിലും പോവുകയും റാലികൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു വിജയ്. അങ്ങനെ ഇന്ന് ഒടുവിൽ തമിഴ്നാട് വിധിയെഴുതുന്ന ഘട്ടത്തിൽ വിജയ് അദ്ദേഹത്തിന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിരിക്കുന്നു. വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിനൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകർ ഒക്കെയുമുണ്ട്. അങ്ങനെ വിജയ് വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇനി ഒരു പക്ഷേ മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഇടയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അതും കേൾക്കാം. ഇന്ന് എന്താകും വിജയ്ക്ക് പറയാനുള്ളത് എന്ന്. കാരണം ഇത്രയും ദിവസങ്ങളിലും രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ പോവുകയായിരുന്നു വിജയ്. അതുതന്നെയായിരുന്നു വിജയുടെ സ്റ്റൈലും പ്രഖ്യാപനങ്ങളും ഒക്കെയും. വിജയ് ഇതേ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരികയാണ്. ഒരു പക്ഷേ അദ്ദേഹം ഇപ്പോൾ പ്രതികരണം നടത്തിയേക്കും. വിഷയത്തിൽ എന്തെങ്കിലും നടത്താനുള്ള സാധ്യതയുണ്ട്. വലിയ തിരക്ക് അവിടെയുള്ള കാര്യം അറിയാം. ഇവിടെ പോലീസ് വളരെ പണിപ്പെട്ടാണ് നിയന്ത്രിക്കുന്നത്. ടി.വി.കെയുടെ ഭാരവാഹികളുണ്ട്,
ഒപ്പം തന്നെ വിജയ് ആരാധകരുണ്ട്, അതിനൊപ്പം മാധ്യമപ്രവർത്തകരുണ്ട്. ഒക്കെയും വലിയ തിരക്ക്. വിജയെ മാക്സിമം കവർ ചെയ്തുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത്. വോട്ട് ചെയ്തതിന് ശേഷം ആ മഷി അടയാളം ഉയർത്തി കാണിക്കുകയാണ് വിജയ്. താൻ വോട്ട് രേഖപ്പെടുത്തി, താൻ തൻ്റെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു കഴിഞ്ഞു എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ ചൂണ്ടുവിരൽ ഉയർത്തി കാണിക്കുകയാണ് TVKയുടെ അധ്യക്ഷൻ, തമിഴക വെട്രക്കഴകം അധ്യക്ഷനായ വിജയ്. അങ്ങനെ തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പെരമ്പൂരിലും തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലുമാണ് വിജയ് മത്സരിക്കുന്നത്. വിജയ് അങ്ങനെ വോട്ട് ചെയ്തതിന് ശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വാഹനത്തിലേക്ക് കയറുകയാണ്, അവിടെ നിന്നും പോവുകയാണ്. തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു.